ഈശോയില് പ്രിയമുള്ളവരാ, സമർപ്പണത്തിൻ്റെ വിളി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യർ നേരിടുന്ന സംഘർഷങ്ങളിൽ അവരൊക്കെ എങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എങ്ങനെ ഒരു ഹെൽപ്ഫുള്ളായിട്ട് അതിന് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ അത്ഭുതകരമാണ്. കാരണം ദൈവം ആവശ്യമുള്ളവരിലേക്ക് ആവശ്യമുള്ള സന്ദേശങ്ങൾ കാലാകാലങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഒരൊറ്റപ്പെട്ട വഴിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സഹോദരിമാർക്ക്, ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഈ വീഡിയോസിലൂടെ ദൈവം സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുവാണ്, അവിടെ ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കാം. ആ 100 പേരിൽ 98 പേര് പറയുന്നതും ഒരു ഭാഷയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ പറയുന്നത് വേറൊരു ഭാഷയാണ്. ഏകദേശം നിങ്ങളുടെ ഭാഷ അറിയാവുന്ന ഏതെങ്കിലും ഒരാൾ അവിടെ ഉണ്ട്, പക്ഷെ എന്നാലും മുഴുവനായിട്ട് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല, കുറച്ച് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതുപോലെ ഒരു അനുഭവമാണ് സ്പിരിച്വാലിറ്റിയിലും ഉള്ളത്. ഒരു ബിൽഡിങ്ങിൻ്റെ 10ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തെ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഇത് കാണുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നിട്ട് ഒരാൾ അതിനെ നോക്കിക്കാണുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ വേറെ ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നിരിക്കാം. അയാളുടെ ഒരു ചിന്താതലം അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആണെന്നിരിക്കാം. ഇതാണ് ഏറ്റവും വലിയ ചാലഞ്ച് സ്പിരിച്വാലിറ്റിയിൽ, വൺ ഓഫ് ദ ചാലഞ്ച്. അതായത് നിങ്ങളൊരു കാര്യത്തിനെ കാണുന്നത് ആത്മീയതയിൽ വന്നു കഴിയുമ്പം അതിനൊരു ഗോഡ് ആംഗിളിൽ നിന്നുകൊണ്ടാണ്. അതായത് ദൈവം എന്താ ഈ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതാണ് ഈ ഒരു പ്രാർത്ഥന കൊണ്ടും ബൈബിൾ വായന കൊണ്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം, എൻ്റെ ദൈവം ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ ഒരു രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് അത് ശാപമായിട്ട് തോന്നുമ്പോൾ നമുക്ക് തോന്നുന്നത് ശാപമല്ല, ഇത് ഇവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇത് നമ്മൾ ആരുടെയെങ്കിലും പോയി പറയാൻ പറ്റും? രോഗം അവസ്ഥ വന്നിട്ടുള്ള ഒരാളെ പോയിട്ട് നിങ്ങൾ പറയാൻ പറ്റും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറയുന്നത്? വലിയ നോർമലി ചിന്തിക്കാനും വലിയ ബ്ലണ്ടറാണ്. ഇപ്പം മരിച്ചുപോയ ആ ഒരു പെൺകുട്ടീനെ ഉയർപ്പിക്കാൻ കർത്താവ് ചെന്ന സമയത്ത് കർത്താവ് എന്താ പറയുന്നത്? അവൾ ഉറങ്ങിക്കിടക്കുവന്ന്. എല്ലാവരും കൂടെ ഇവന് ഭ്രാന്താണെന്ന് പറയാൻ അത്രയും മതിയില്ലേ? അപ്പം ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുക അതെൻ്റെ കർത്താവിനെ എളിമപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ പലരും നിങ്ങളെ പല അഭിപ്രായം പറയാം. ഇവനെ അല്ലെങ്കിലും ഭ്രാന്താണ്, ഇവനോരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അത് കർത്താവിൻ്റെ തലയിലിടുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഈ സമയത്ത് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, 2 പ്രശ്നമുണ്ട്. പക്ഷെ അതൊരു 40% പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളെ അവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തതാണ്. പക്ഷെ അതിനേക്കാളും വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്. അതായത് നോഹ പെട്ടകം പണിയാൻ തീരുമാനിച്ചു. വളരെ സാധ്യതയില്ല, അങ്ങനെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യതയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നോഹ പെട്ടകം പണിയാൻ തീരുമാനിച്ചത്. മറ്റുള്ളവരെല്ലാം നോഹയ്ക്ക് പ്രാന്താണെന്ന് പറയുന്നു. നോഹയുടെ ഭാര്യ പറയുന്നു, മക്കൾ പറയുന്നു, അയൽപ്പക്കക്കാർ പറയുന്നു, നാട്ടുകാർ പറയുന്നു. ലോകം മുഴുവനും ഈ വിവരം പടർന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയുള്ള കാലം പോലെയാണെങ്കിൽ എല്ലാവരും അവിടെ ഒരു പ്രാന്തനുണ്ടാവും, പെട്ടകം പണിയാൻ തുടങ്ങി, പെട്ടകം പണിയാൻ. ഇതെല്ലാം പുറമേ നിന്നുള്ള സ്വര. അതിനെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും, വി ക്യാൻ ക്രോസ് ദാറ്റ്. പക്ഷെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം വരും. അതായത് നമുക്ക് നമ്മളെ തന്നെ ഇതൊക്കെ നീ പറഞ്ഞിട്ട് തന്നെയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ നീ എന്നെ പ്രചോദിപ്പിച്ചു എന്നുള്ള രീതിയിലല്ല ഞാൻ ഇത് ചെയ്തത്, പിന്നെ എന്തെങ്ങനെ ഉണ്ടായേ? അവിടെ നിങ്ങളുടെ തലക്കിട്ട ഒരു അടി കിട്ടണ പോലെയാണ്. ഞാനിതിലൂടെ കടന്നു പോയിട്ടുണ്ട്. സോ ഞാൻ വചനം വായിക്കുന്നു, വിശുദ്ധ കുർബാന കൂടുന്നു, കൊന്ത ചൊല്ലുന്നു. ഐ എം ഷുവർ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാനിത് ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്നെ പ്രാന്താന്ന് വിളിക്കുന്നു. ഓക്കെ, അത് ഞാൻ എന്തെങ്കിലും ചെയ്യാം, അത് എളുപ്പമല്ല കേട്ടോ, പക്ഷെ എന്നാലും അത് ചെയ്യാം. പക്ഷെ ഇടയ്ക്ക് വെച്ച് എനിക്ക് തന്നെ തോന്നാം, ആം ഐ ഓൺ ദ റൈറ്റ് പാത്ത്? ഞാൻ ശരിയായിട്ട് തന്നെയാണോ ചിന്തിക്കുന്നത്? അത് എന്നെ ഡൗട്ട് ചെയ്യുന്നു എന്നുള്ളത് വൺ സൈഡാണ്. മറ്റൊന്ന് ദൈവത്തിലുള്ള വിശ്വാസത്തിന് ഇങ്ങനെ ഉലയുന്ന സമയങ്ങളുണ്ട്. അത് പറഞ്ഞു പോകുന്നു ഞാൻ പറയണില്ല, കാരണം അത് ഇല്ലാണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് വി കാണ്ട് ലിവ് വിത്തൗട്ട് ഗോഡ്. നമുക്ക് വി കനോട്ട് ലിവ്, നമുക്ക് ദൈവമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അതിങ്ങനെ ഷാറ്റേർഡ് ആവും. ദൈവമേ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ദൈവത്തെ തന്നെ അല്ലേ? സെൽഫ് ഡൗട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങും. ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ അല്ലേ? നീ എന്നെ വിളിച്ചു, നീ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയല്ലേ സത്യം? നിങ്ങൾക്ക് ചുറ്റുമുള്ള സ്വരങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നിനക്ക് ബ്ലണ്ടേഴ്സാണ്, നീ ശരിയല്ല, നീ പോകുന്ന വഴി ശരിയല്ല, ഇത് വലിയ ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നെ വിളിച്ച ദൈവത്തോടുള്ള എൻ്റെ വിശ്വസ്തത കൊണ്ട് ഈ സ്വരങ്ങളൊക്കെ ഞാൻ ക്രോസ് ചെയ്യാണ്. പക്ഷെ എൻ്റെ ഉള്ളിലൊരു ഡൗട്ട് വരാൻ തുടങ്ങുവാണ്. 1000 മനുഷ്യർ പറഞ്ഞല്ല, എൻ്റെ ഉള്ളിലൊരു ഡൗട്ട് വരാൻ, ദൈവമേ എനിക്ക് തെറ്റിയോ,
ഞാൻ വിളിച്ചത്, ഞാൻ സംസാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവം, എന്നെ ലീഡ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവം, അത് നീ തന്നെയല്ലേ? എനിക്ക് എവിടെയാ തെറ്റിയ? നീ എവിടെയാ? അങ്ങനെ ഒരു സീന്, അങ്ങനെ ഒരു ഭാഗം കർത്താവിനുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഗസ്തമേനിലെ രക്തം വിയർത്തുള്ള പ്രാർത്ഥനയിലാണ്. ഒരു മനുഷ്യൻ അവനോട് തന്നെ പൊരുത്തുക. വിശ്വസിക്കുന്ന ഒരു സത്യത്തിന് വേണ്ടി ഹീസ് ഫൈറ്റിംഗ് വിത്ത് ഹിംസെൽഫ്. ദ ഗ്രേറ്റസ്റ്റ് വാർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ വാർ അഗെയിൻസ്റ്റ് പീപ്പിൾ, ഇറ്റ്സ് ദ വാർ അഗെയിൻസ്റ്റ് യുവർ ഓൺ മൈൻഡ്. നിങ്ങളുടെ തന്നെ മനസ്സിനോടുള്ള യുദ്ധങ്ങളാണ്. ഇതിന് നിങ്ങൾ വിശ്വാസം കൊണ്ടാണ് മറികടക്കേണ്ടത്. പക്ഷേ ഈ വിശ്വാസത്തിലും കൊട്ട് കിട്ടും. നിങ്ങൾ ആത്മീയതയിൽ ഉയരും തോറും നിങ്ങളുടെ വിശ്വാസത്തിൽ കൊട്ട് കിട്ടും. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബിലീവ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു ബിലീവ് സിസ്റ്റം ഉണ്ട്. ദൈവം, ഞാൻ എൻ്റെ ജനനം മുതൽ എൻ്റെ അപ്പൻ അമ്മ ജനിച്ച സ്ഥലം, അനുഭവിച്ച സംഗതികൾ, ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതെൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം ഇത് എനിക്ക് ഭയങ്കര സമാധാനം തരുന്നത് ഇതെല്ലാത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ വേറൊരാൾ വന്ന് പറയുക, അല്ലെങ്കിൽ എനിക്ക് തന്നെ സംശയം തോന്നുക, ഇത് അങ്ങനെയൊന്നും അല്ല, നിന്റെ വിധി, നിന്റെ കുറേ നീയൊക്കെ ചെയ്തു കൂട്ടി പാപ, അല്ലെങ്കിൽ നിന്റെ ഓരോ തോന്നലുകളാണ്. സോ ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഒരു മണ്ടത്തരമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഈ വിശ്വസിച്ച കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ളൊരു സംഗതി വരുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിൽക്കുന്ന മണ്ണ് ഒഴുകി പോകുന്ന പോലെ ഒരു അനുഭവം. അതായത് ക്രിസ്തുവിന് അറിയാമായിരുന്നു കുരിശുമരണത്തിലേക്ക് തന്നെയാണ് പുള്ളി വന്നിരിക്കുന്നതെന്ന്. അറിയാം, പക്ഷെ ആ ഒരു മൊമെന്റിനെ മറികടക്കാനുള്ളത്, ആ രക്തം വിയർക്കുന്ന ആ ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഒത്തിരി രക്തം വിയർക്കും. ഹി വാസ് സ്ട്രഗിളിങ് വിത്ത് ഹിംസെൽഫ്. അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, അവിടെ ദൈവമുണ്ട്, ദൈവം പറഞ്ഞിട്ടാണ്. പക്ഷെ ആ ഒരു മൊമെന്റിൽ അവിടെ ഒരു മാലാഖ വന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷെ എന്നാലും അവനവനോട് യുദ്ധം ചെയ്യുക, അതിനങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പോയിന്റെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ എന്ന് തോന്നിക്കുന്ന തരത്തിലാണ്. ഞാൻ പലപ്പോഴും ഈശോയോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എല്ലാം വെളിയിൽ നീ തിരിച്ചെടുത്തു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ പറഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് ചിന്തിക്കുമ്പം ഇനിയൊന്നും തൊട്ട് ചെയ്യാനുള്ള, ജീവിതത്തിൽ വേറെ എന്താ ചെയ്യാനുള്ള, നിന്റെ പർപ്പസ് എന്താണ്, ഇത് ചെയ്യാന്നുള്ളതാ. ഞാൻ ഭൂമിയിൽ വന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യുന്നില്ലെന്ന് ഞാൻ തീരുമാനിക്കാം. എന്തുകൊണ്ട്? കാരണം എനിക്ക് എൻ്റെ സംഘർഷം ഉണ്ടാവണു, മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് സംഘർഷം ഉണ്ടാവണു, എൻ്റെ വിശ്വാസ ജീവിതം സംഘർഷത്തിലാവുന്നു. അപ്പം ഞാൻ അനുഭവിച്ച കാര്യമാണ് നിങ്ങളോട് ഇത് പറയുന്നത്. അനുഭവിക്കാനുള്ള അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നു, അതെനിക്ക് പെയിൻഫുള്ളാണ്, ഞാൻ തകരുന്നു, എന്നെ നാണം കടേണ്ടി വരുന്നു, ഞാൻ മടുക്കുക, എനിക്ക് മതി, എന്നെക്കൊണ്ട് വയ്യ, എനിക്കിത് പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. അതിനപ്പുറത്തെ ദിവസം മുതൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ അതിന് വേണ്ടിയാണ് ജനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ക്രിക്കറ്റർ ജനിച്ചിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാ. അയാളോട് പോയി കർഷകനാവാൻ പറഞ്ഞാൽ അയാളെ കൊണ്ട് പറ്റില്ല. ഒരു കർഷകനോട് പോയിട്ട് സിനിമ നടനാവാൻ പറഞ്ഞാലും ചിലപ്പോൾ അയാൾക്ക് പറ്റണമെന്നില്ല. ഓരോ മനുഷ്യനും ഓരോ കാര്യത്തിന് വേണ്ടിയാണ് ജനിച്ചിട്ടുള്ളത് കേട്ടോ. ഉദാഹരണം ശരിയായെന്ന് അറിയില്ല. നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഈ വിളിക്ക് വേണ്ടിയാ. നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു എസ്കേപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നാം, നിങ്ങളുടെ വില്ലും കൂടെയാണത്. നിങ്ങൾക്ക് നോ പറയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ദൈവത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതൊന്നും അനുഭവിക്കാൻ ഞാൻ റെഡിയല്ല. ടേക്ക് ഇറ്റ് ബാക്ക് ഗോഡ്, ടേക്ക് ഇറ്റ് ബാക്ക്. എനിക്ക് അനുഭവങ്ങൾ തരണ്ട, നീ വേറെ ആരെങ്കിലും വിളിച്ചോ, നീ എന്നെ ഇതാക്കണ്ട, അങ്ങനെ പറഞ്ഞ ഒരാളാണ് യുദാസ്. യുദാസ് തിരിച്ചു വന്നില്ല, അയാൾ മുഖം തിരിച്ചു പോയി കർത്താവിനെ. പക്ഷെ പത്രോസ് സംഘർഷങ്ങളിലൂടെ കടന്നുപോയി, ബട്ട് സ്റ്റിൽ പത്രോസ് തിരിച്ചു വന്നു. അപ്പം നമ്മളൊക്കെ ഈ ആത്മീയ യാത്രയിൽ നിങ്ങളൊരു വലിയ വനത്തിൻ്റെ നടുക്ക് ഒറ്റപ്പെട്ടു പോയി, ഒരു ഐലൻഡിൽ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ കല്ലേറ് കിട്ടുന്ന മനുഷ്യന്മാരെ നടുക്കിൽ നിങ്ങളെ കൊണ്ട് നിർത്തി, കൈയും കാലും ബന്ധിച്ച് നിങ്ങളുടെ കാര്യം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പിലാദോസിന് മുമ്പിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ നിന്നു. ഈ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ രണ്ട് ചലഞ്ച് ഞാൻ വീണ്ടും പറഞ്ഞു. ഒന്ന് മനുഷ്യന്മാരിൽ നിന്നുണ്ടാവുന്നത്, അതിന് പിന്നെ നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടാവും അത്. പക്ഷെ മറ്റൊന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണത്, അതിനെ ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, അത് നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഒന്ന്, ആ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ആ ഒരു സംഗതിയെ ഓവർകം ചെയ്യുന്നതിൽ നിങ്ങൾ 100% വിജയിച്ചില്ല എങ്കിലും ദൈവം നിങ്ങൾ ഉപേക്ഷിക്കില്ല. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ എടുത്ത് മാറ്റി കർത്താവെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. എനിക്കിതൊന്നും വേണ്ട, എനിക്കിങ്ങനെ ചിന്തിക്കേണ്ട, ഇങ്ങനെ പറയണ്ട, ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കി, കിച്ചണിലെ കാര്യങ്ങൾ നോക്കി, വീട്ടിലെ കാര്യങ്ങൾ നോക്കി എനിക്ക് ജീവിച്ചാൽ മതി, എനിക്കിങ്ങനെ ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പലതവണ ഈ ആയുധം ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് മൈ കോൾ. എനിക്ക് ലൈഫിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ദിസ് ഈസ് മൈ ബാക്ക് ബോൺ. നട്ടല്ലില്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത പോലെ തന്നെ ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു നിങ്ങൾ നോ പറഞ്ഞാൽ നിങ്ങൾക്കവിടെ ദൈവത്തിൻ്റെ അഭിഷേകം നൽകാൻ നിന്നേക്കാം. പക്ഷെ നമുക്ക് വേറെ എവിടെ പോകാനാണ്? നമുക്ക് ഇതാ ചെയ്യേണ്ടത്, നമ്മളിത് ചെയ്യുന്നു, നമ്മൾ ഇതിനു വേണ്ടിയാണ് ഭൂമിയിൽ വന്ന് ചെയ്യുന്നു. അതിന് ആളുകൾ എന്ത് പറയുന്നു അതൊന്നും നമ്മുടെ വിഷയമല്ല. കാരണം ഇത് എൻ്റെ വിളിയാണ്, ഞാൻ ഇതിനോട് പ്രത്യുത്തരം നടക്കുന്നു. നിങ്ങളിപ്പോൾ ക്രിക്കറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, സഞ്ജു സാംസനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം ക്രിക്കറ്റർ ആവാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. മറ്റുള്ളവർ അയാളിൽ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ലേ, അയാളെ മാറ്റിയിരുത്തുന്നുണ്ടോ വരുന്നുണ്ടോ, ബട്ട് അയാൾക്കൊരു ദിവസമുണ്ട്,
അതുപോലെ നിങ്ങൾക്ക് ചെയ്യാനൊരു പർപ്പസ് ഉണ്ട്. നിങ്ങൾ അതിലേക്ക് ഫോക്കസ്ഡ് ആവുക. മറ്റുള്ള സാഹചര്യങ്ങൾ എല്ലാം അതൊക്കെ അതിനൊന്നുമല്ല പ്രാധാന്യമുള്ളത്. പിന്നെ നിങ്ങളുടെ തന്നെ സ്വരം, അതിനെ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടായാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, പിന്നെ എവിടെ പോകാനാന്നേ, പിന്നെ എന്ത് ചെയ്യാനാന്നേ? മീനിങ് ഫുള്ളായിട്ട് ജീവിക്കണ്ടേ? ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനല്ലേ നമ്മൾ വന്നേ. നിങ്ങൾക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് യു ആർ ചൂസൺ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ വേറൊരു ഓപ്ഷൻ ദൈവം തന്നിട്ടില്ല. കാരണം നിങ്ങൾ ഇനി വല്ലാണ്ട് തളർച്ച ഉണ്ടാകുമ്പോൾ, വല്ലാണ്ട് സ്ട്രഗിൾ ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. നിങ്ങളിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൂട്ടം മനുഷ്യർ അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പം എന്നിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൂട്ടം മനുഷ്യരവിടെ നിൽപ്പുണ്ട്. സോ ഐ ഹാവ് ടു സഫർ, ഐ ഹാവ് ടു സ്ട്രഗിൾ. ഞാൻ സ്ട്രഗിളിലൂടെയും സഫറിങ്ങിലൂടെയും കടന്നു പോകണം. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആ മനുഷ്യന്മാർക്ക് അവർക്ക് വേണ്ടി ഞാൻ ചെയ്തേ പറ്റൂ, ഇതെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ജീവിതത്തിലെ കുരിശുകൾ എടുത്തേ പറ്റൂ. അപ്പം എനിക്കിങ്ങനെ തോന്നും, എൻ്റെ വിളി തീർന്നു എന്നൊക്കെ തോന്നുമ്പോൾ എനിക്ക് ദൈവം സ്വപ്നത്തിലൂടെയോ വിഷനിലൂടെയോ എങ്ങനെയാണ് സംസാരിക്കും. കുറേ മനുഷ്യർ നിന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ, നിന്റെ പ്രവൃത്തിയിലൂടെ ഹെൽപ്പ് ആവശ്യമുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നീ ഈ പാനപാത്രത്തോട് നോ പറഞ്ഞാൽ, ഇപ്പം യേശുക്രിസ്തു ആ പാനപാത്രത്തോട് നോ പറഞ്ഞു വരുന്നുവെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ രക്ഷ തന്നെ ഇല്ലാണ്ടാവുമായിരുന്നു അല്ലേ? യു ഹാവ് ടു സേ യെസ്. അത് കയ്പുണ്ട്. എനിക്ക് നിങ്ങളെ അടുത്ത് വന്ന് സഹായിച്ച് സംസാരിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ. നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടൽ, ഉള്ളിലെ തകർച്ച, അതൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണ്. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഹെൽപ്പ് ചോദിക്കും. നമ്മൾ ആത്മീയ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം. നമുക്ക് നമ്മളെ മനസ്സിലാവും. നമുക്ക് ഈ മറ്റും ലോക മനുഷ്യന്മാർക്ക് നമ്മൾ മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ തനിച്ചല്ലെന്ന് ഓർക്കണം. നിങ്ങളിലൂടെ രക്ഷപ്പെടേണ്ട ഒരു സമൂഹമുണ്ടെന്ന് ഓർക്കണം. ഇനി നിങ്ങൾക്ക് ഒരു തളർച്ച ഉണ്ടായാലും ദൈവം നിങ്ങൾ ഉപേക്ഷിച്ച് പോകില്ല. ദൈവം നിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. നീ വീണേക്കാം, എന്നാലും നിന്നെ തിരിച്ചു പിടിക്കാനും പരിക്കേൽക്കാതിരിക്കാനും ഒക്കെ കർത്താവ് നോക്കും. ദിസ് ഈസ് യുവർ കോൾ, ദിസ് ഈസ് യുവർ കോൾ. നിങ്ങൾ ഇതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതിപ്പം നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാനും മിഷണറി വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമെന്നല്ല വരണം. ദൈവം നിങ്ങളിലൂടെ ഒരു പർപ്പസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ ഗോ ഫോർ, മുന്നോട്ട് തന്നെ പോകണം. വട്ട് എവർ ഹാപ്പൻസ്, മുന്നോട്ട് തന്നെ പോകണം. നിങ്ങളുടെ വിശ്വാസം കൈപിടിച്ച് മുന്നോട്ട് തന്നെ പോകണം. നമുക്കൊന്നും കാണാനൊന്നുമില്ല മുമ്പിൽ, ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തൊന്നുമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനത് ഉറപ്പിച്ച് കഴിഞ്ഞ കാര്യം വിശ്വസിക്കുന്നു. എനിക്കൊരു കോളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. എനിക്ക് കർത്താവിനെ അറിയാം, കർത്താവിനെ എന്നെ അറിയാം, എന്നിലൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ട്. അത് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദൈവം നിങ്ങളുടെ മുമ്പിൽ വഴികൾ തുറന്നു തരും.